ഹായ് ഗൈസ്, അപ്പം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് ഫസ്റ്റ് ഇരിക്കുന്ന അമ്മയാണ്. ഞങ്ങൾ സ്ഥിരം 8 മണി സമയത്ത് ഇവിടെ വന്നാണ് മീൻ വാങ്ങുന്നത് കേട്ടോ. 2 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ മീൻ തീരുന്ന അനുസരിച്ചിട്ടൊക്കെ ഞങ്ങൾ വന്ന് വാങ്ങും കേട്ടോ. അമ്മ സത്യസന്ധമായ അമ്മയാണ് കേട്ടോ. മീൻ മോശമാണെങ്കിൽ അമ്മ പറയും, ന്യായമായ വില എടുക്കത്തുള്ളൂ കേട്ടോ. പിന്നെ ഓണം കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്, ഓണക്കാലം അല്ലേ, അതുകൊണ്ട് നല്ല തിരക്കുണ്ട്. പച്ചക്കറികളൊക്കെ വാങ്ങാനായിട്ട് നല്ല തിരക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളും പച്ചക്കറികളൊക്കെ വാങ്ങി. അത് കഴിഞ്ഞിട്ട് പെൻസിൽക്കാരുടെ സ്റ്റാഫിൻ്റെ മാരേജ് ഫംഗ്ഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗിഫ്റ്റൊക്കെ നോക്കാനായിട്ട് ഞങ്ങൾ ബഡാ ബസാറിൽ കയറി കേട്ടോ. അവിടെ ഗിഫ്റ്റ് ഉണ്ടോ എന്ന് നോക്കാനായിട്ട് അങ്ങനെ കയറി. അങ്ങനെ ഞാൻ ഇങ്ങനെ ഓരോന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പം എനിക്കൊരു അടിപൊളി ചെരുപ്പ് കിട്ടി കേട്ടോ. വില കുറവാണ്, ഭയങ്കര വിലയൊന്നുമില്ല. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു. നല്ല ചെരുപ്പായിരുന്നു കേട്ടോ. എനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നി കേട്ടോ. പിന്നെന്താ, അതൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കാനായിട്ട് പോയി. ചായ വട അതൊന്ന് ഒരു വികാരമാണല്ലോ. അങ്ങനെ ഒരു ചായയും കടിയൊക്കെ കഴിച്ചു. പിന്നെന്താ, അത് കഴിഞ്ഞിട്ട് നേരെ പിറ്റേ ദിവസം സയാമോനെ വിളിക്കാനായിട്ട് സ്കൂളിൽ പോവുകയാണ്. സയാമോൻ എക്സാം ഉണ്ട് കേട്ടോ. അപ്പോൾ അവന് ഫസ്റ്റ് പീരീഡ് സെക്കൻഡ് പീരീഡ് എക്സാമാണ്. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടിരിക്കുന്ന ടൈമിൽ പോയി മോനെ പിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പോയി മോനെ പിക്ക് ചെയ്തു. ഔട്ട് പാസ് ഒക്കെ വാങ്ങണം കേട്ടോ, സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യണം. ഔട്ട് പാസ് ഒക്കെ മോനെ പിക്ക് ചെയ്ത് പോവുകയാണ്. അപ്പോൾ അവൻ്റെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു, അവൻ്റെ ചപ്പലും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് തന്നെ അവൻ ഡ്രസ്സ് മാറി. ഞാനത് വീഡിയോ എടുക്കുന്ന അവനെ നാണം വന്നിട്ട് അവൻ ഇതൊക്കെ കാണിക്കുന്നത്. അങ്ങനെ കല്യാണ ചടങ്ങെന്ന് വെച്ചാൽ ഒരുപാട് ഡിലേ ആയിരുന്നു കേട്ടോ. ഒരു 2 മണിക്കൂറോളം നമ്മുടെ ചടങ്ങുകളൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോസ്റ്റ് അടിച്ച് അവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് സദ്യ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അടിപൊളി സദ്യയായിരുന്നു, പറയാൻ ഒന്നുമില്ല, ഒരു കുറ്റം പറയാനില്ല. എല്ലാ കറികളും അടിപൊളിയായിരുന്നു. അടുത്ത കാലത്ത് ഇത്രയും നല്ലൊരു സദ്യ ഞാൻ ഉണ്ടിട്ടില്ല, അടിപൊളിയായിരുന്നു. പിന്നെ മോന് ഒരു മിഠായിക്ക് പകരം ഒരു മിഠായി കൂടെ കൊടുത്തു കേട്ടോ. കുട്ടികളല്ലേ, കുട്ടികൾക്ക് പിന്നെ മിഠായിയോട് ഭയങ്കര കമ്പമായിരിക്കും. പിന്നെന്താ, ലാസ്റ്റ് ഒന്നൊരു 2 ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെന്താ, ഓക്കെ, ബൈ ബൈ. Bye, see you.